മഹാരാജാവ്, ഞങ്ങൾ തുടങ്ങട്ടെ കാലപുരിയിലെ കോലാഹലം. അതിരിക്കട്ടെ, നമ്മുടെ കാലന്മാർ എല്ലാവരും ലൈനപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ആരുമായെങ്കിലും വീഡിയോ കോൺഫറൻസിങ്, ചാറ്റിംഗ്? എന്ത്? ഇന്ന് തീയതി എത്രയെന്ന് അറിയാമോടോ? കാലപുരി കലണ്ടർ നോക്കൂ. എന്റെ പവർ എന്താണെന്ന് അറിയാമല്ലോ. അടിച്ച് പരത്തിക്കളയും ഞാൻ. എല്ലാ ഭൂഖണ്ഡത്തിലെ സ്ഥിതിവിവരങ്ങൾ ശേഖരിച്ചില്ലേ ശുംഭൻ? നമ്മുടെ ലാപ്ടോപ്പിൽ ചില വൈറസ് അതിക്രമിച്ച് കയറി നശിപ്പിച്ചിരിക്കുന്നു പ്രഭോ. കഷ്ടം കഷ്ടം. സിൽക്കൺ വാലിയിൽ നിന്നും ലേ ഓഫിൽ വന്ന സോഫ്റ്റ്വെയർമാർ വിട്ടതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യിക്കാനുള്ള നടപടി എടുപടിയിലാക്കൂ. ആരാണുള്ളത്? ഉണ്ടിരാജൻ, ഉണ്ടിരാജൻ. ഉണ്ടരാജനോ? വടിവേശ ഒരു പീസ് കാണണം പ്രഭോ. H1 വിസ കാലാവധി തീർന്നത് മൂലം കാമുകൻ കയ്യൊഴിഞ്ഞതനുസരിച്ച് ആത്മഹത്യ ചെയ്ത ഒരു സാധനമുണ്ട് പ്രഭോ. കൊച്ചു കള്ളൻ. നോക്കി നിൽക്കാതെ നമ്മുടെ സർവൈവറിൽ കയറിയവരെ കയ്യോടെ പിടികൂടി ഹാജരാക്കൂ. അല്ല, ഹാജരാക്കൂ. സർവവയറല്ല രാജൻ, സർവർ. ഒരു പ്രധാന കാര്യം ഉലത്തിയെടുക്കാൻ അനുവദിക്കണം. എന്തിനേ പറഞ്ഞു തുലക്കടേ അപ്പി? ഈ മാസത്തിലെ കോട്ട തിരിക്കാൻ പ്രയാസമാണെന്നും പല ഭാഗത്തു നിന്നും SMS വന്നുകൊണ്ടേയിരിക്കുന്നു പ്രഭോ. എന്ത്? വിടില്ല, ആരെയും വിടില്ല ഞാൻ. ഇൻസബോർഡിനേഷൻ. കാലന്മാരോട് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടൂ. വേഗം നമ്മളുടെ ഡ്രാഫ്റ്റ് പുട്ടപ്പാക്കൂ. പുട്ടപ്പമോ? പുട്ടപ്പമല്ല, പുട്ടപ്പം. ഹോ, ഈ മണ്ടമന്ത്രക്ക് ഇംഗ്ലീഷും അറിയത്തില്ലല്ലോ. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി ഇപ്പൊ നമുക്ക് അനുകൂലമല്ല പ്രഭോ. ഇറാഖ് അപ്രകാരം തന്നെ. സൊമാലിയയിലെ സ്ഥിതിയോ? അവിടെയും പഴയതുപോലെ ഒന്നുമില്ല പ്രഭോ. ഓ, എന്റെ മരണ ദേവതകളെ, എന്താണ് ചെയ്യുക? കേരളത്തിലെ സ്ഥിതി എന്താണ് മന്ത്രി? കേരളത്തിൽ നിന്നും ഒരാളിനെ തലയാക്കാൻ കാലൻ പവനായി പോയിട്ടുണ്ട് പ്രഭു. ഗ്രേറ്റ്. ഓർക്കിഡിലും ഫേസ്ബുക്കിലും കയറി അവന്റെ എല്ലാ ഡീറ്റെയിൽസും തപ്പിയെടുക്കും. പോയി ശരിയാക്കി വരും. എന്ത്
കൊട്ടാര നർത്തകി സറാബിയെ കാണാനില്ലെന്നോ? കൊട്ടാരമുനി സുഭാഷ് മാധവന്റെ ആശ്രമത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഓ, മുനിയുടെ കാലിൽ എണ്ണ ഇടാൻ പോയതായിരിക്കും. പക്ഷെ ഞാൻ കണ്ടപ്പോ മുനി സാറാമ്മയ്ക്ക് എണ്ണ ഇട്ട് കൊടുക്കുകയായിരുന്നല്ലോ പ്രഭോ. എടോ വിഡ്ഢി, നമ്മുടെ വൈറസിനെ തുരുത്തിയോ? ഏർപ്പാടാക്കിയിട്ടുണ്ടേ. നാനാഭാഗത്തും പോസ്റ്റ് ചെയ്തിട്ടുള്ള കാലന്മാരിൽ നിന്നും ഉള്ള വിവരങ്ങൾ ഇന്റർനെറ്റ് ഡൗൺ ആണ് പ്രഭോ. എന്ത്? ഗൂഗിൾ ദേവതയും യാഹൂ ദേവതയും പ്രീതിപ്പെടുത്താനുള്ള വഴി നോക്കും. ചിട്ടിരാജൻ, നമ്മുടെ കാലപ്പുരിയിൽ നിന്നും ഒന്നോ രണ്ടോ സോഫ്റ്റ്വെയർമാരുടെ തലയെറിഞ്ഞ് പിക്കിളാക്കി യാഹൂ ദേവനും ഗൂഗിൾ ദേവതയ്ക്കും മോഹിച്ചാലോ? ഐഡിയ സ്റ്റാർ സിംഗർ, വേഗമാകട്ടെ. നാം അസ്വസ്ഥനാണ്. വാത്സന്റെ നികുതിയായ മന്ത്രി. ഇതാ രാജൻ, ഗ്യാസുമുട്ടായി കഴിച്ച് എന്റെ വയറുവേദന പോയി. മണ്ടൻ മന്ത്രി വരെയാണ്. ചമ്പുരാന്ന് പറയാത്തത് ഭാഗ്യം. ഇയാൾക്ക് ഞാൻ കൊട്ടേഷൻ കൊടുക്കും. എത്രയും പെട്ടെന്ന് ഹോമത്തിനുള്ള ഹോമപിണ്ഡം ഉണ്ടാക്കൂ. കേരള രാജ്യത്ത് നിന്നും ഒരു ഒറ്റക്കാരൻ വന്നിട്ടുണ്ട്. ഒരാളിനെയും തട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് പ്രഭു. മോന്തായം കാണിക്കാൻ ഉത്തരവ് നൽകാൻ ആവശ്യപ്പെടുന്നു. എന്തിനാ തട്ടിയിരിക്കുന്നത്? മോന്തായം മാത്രമാക്കണ്ട, മൊത്തമായിട്ട് അങ്ങ് കാണിച്ചേക്കാം. സന്യാസിനി നിന്റെ പുണ്യാസനത്തിൽ ഞാൻ. ക്ഷമിക്കണം മന്ത്രി, പുണ്യാസനമല്ല പുണ്യാശ്രമം. ഓ, കാല നമ്പർ എവിടെയാണ് നിന്റെ പോത്ത്? പറയാം പ്രഭു, എന്നോട് പൊറുക്കണം. മണ്ട, ഞാൻ നിന്റെ കൂടെ പൊറുക്കണമെന്നോ? ആരവഴി ഇവന്റെ തല വെട്ടാനുള്ള കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യൂ. സീല് വെച്ച കവറിൽ കാലരമ, കാലഭൂമി, കാലമൃഗം, കാലാഭിമാനി എന്നീ പത്രങ്ങൾ കൊടുക്കൂ. ഇത്തവണ മാപ്പ് നൽകാൻ കനിവുണ്ടാവണം പ്രഭു. നിനക്ക് മാപ്പുമില്ല, ഒരു കോപ്പുമില്ല. രാജൻ, കേരളത്തിലെ പോത്തൻകോട് എന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ പോത്തിന് പന്നിപ്പനി പിടിച്ചു പ്രഭു. പന്നിപ്പനി പിടിച്ചു. എന്ത് പന്നിപ്പനിയോ? അതേ രാജൻ, ഇംഗ്ലീഷിൽ ഇതിന് സ്വയം ഫ്ലൂ എന്ന് പറയും. എന്ത് സ്വയം? പന്നിയമിത്രൻ എന്ന മുനി കോപം സഹിക്കാതെ പന്നി മിസൈൽ വിട്ടതാണെന്നാണ് ഐതിഹ്യം. ഈശ്വര, അത് കേരളത്തിലായതുകൊണ്ട് ഇപ്പോൾ ബീഫ് ഫ്രൈ ആയി കാണും. കഷ്ടം. ഇമെയിൽ ചെയ്ത് 2 പ്ലേറ്റ് ഓർഡർ ചെയ്താലോ? എടാ പടാ ബിജുമോനെ, ശശിമന്ത്രിയോട് വരാൻ പറയൂ. ഇല്ല, ഞാൻ രാജാവിനോട് പിണക്കമാ. ടിന്റുമോനോട് പറയും, ശശിമന്ത്രി ഈ രാജാവ് ഇവിടെ കിടന്ന് തൊള്ള തുറക്കുക, ഒന്ന് വേഗം പോ. പ്രഭോ, നാം എത്തിക്കഴിഞ്ഞു പ്രഭോ. മന്ത്രി ശശി, കേരളത്തിൽ മരിച്ചവരുടെ സ്ഥിതി വളരെ മോശമാണ് പ്രഭോ. ഈ നിലവാരത്തകർച്ചയ്ക്ക് കാരണം? പറയൂ കാല, വിശദീകരണം പറയൂ. തൃപ്തികരമല്ലെങ്കിൽ ഏതെങ്കിലും ബാർബർ ഷോപ്പിൽ വിട്ട് ഈ കാലന്റെ 3 ഇൻക്രിമെന്റ്